വെൽക്കം കോ ലീഡർ ബാബു. ഞാൻ ബാബുവിന് കോ ലീഡർ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത്. എടാ കോ ലീഡറിനെ തുറന്നോടാ. അങ്ങനെ ഒരു തലച്ചോറുള്ള ഒരു കോ ലീഡറാണ് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയിരിക്കുന്നത്. അതാണ് വിളിച്ചെങ്കിൽ ഞാൻ അച്ഛനാണ് കേട്ടത്. ചന്ദ്ര നേരത്തെ എന്തായിരുന്നു വിളിച്ചത്? അണ്ണാന്നല്ലേ? ബാബു ഹലോ മള്ളി, വെൽക്കം കോ ലീഡർ ബാബു. ഞാൻ ബാബുവിന് കോ ലീഡർ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത്. മൈക്ക് മാറി കിടക്കുവാൻ തോന്നുന്നു. അല്ല തൊണ്ട മാറി കിടക്കുവാൻ തോന്നേ. എടാ നമ്മുടെ എടാ വെയിറ്റ് ചെയ്യണ കോ ലീഡർ വന്നിട്ടുണ്ട്. നമ്മുടെ ബാബു കോ ലീഡർ വന്നിട്ടുണ്ട്. ബാബു വന്നിട്ട് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാം. അവന്റെ സംസാരം ആദ്യം ഒരു തമിഴ് ടച്ച് ഉണ്ടായിരുന്നു. അവന്റെ സംസാരം ഹലോ ഹലോ മള്ളി, ഇപ്പടാ ബാബു ഡ്രസ് ഷോപ്പ് വരെ വരണേ. 24 മണിക്കൂർ TDM മാത്രം മുഞ്ചിക്കൊണ്ടിരിക്കുന്ന കുറെ അമ്മമാരെ ഇവിടെ വളിച്ചു കിടപ്പുണ്ട്. അമ്മമാരെ കാണിച്ചു തരാം പെട്ടെന്ന്. എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ, 3 ദിവസമായി അമ്മമാർക്ക് തല്ലുകൊണ്ടിട്ട്. അവന്മാർ ഇങ്ങോട്ട് വന്ന് അടിച്ചാണ്. അവന്മാരാണ് ഫസ്റ്റ് ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഓക്കെ സീനില്ല. ഇവന്മാരെ പൊങ്ങിട്ട് ഇവന്മാരെ റോബ് ചെയ്ത് എന്നിട്ട് പോവാം. അല്ല ഇമാരെ റോബ് ചെയ്തിട്ട് വിടാം. കയ്യിലുള്ള എല്ലാം എടുത്തിട്ട് വിട്ടാൽ മതി. എല്ലാം എടുത്തിട്ട് വിടാം. 50 ലക്ഷം എടുക്കാം. അവിടെ 50 എടുക്കാൻ முடியும். ആ ആൾക്ക് 50 വെച്ച് കറക്റ്റ് ഒരാൾ എടുക്കണേ. വല്ല എല്ലാവരുടെ അടുത്ത് പിന്നെ 5 മണിക്കൂർ TDC ഞാനൊരു കാര്യം പറയാം. ഒരാൾക്ക് 50 ലക്ഷം വെച്ച് അണ്ണാ 5 മണിക്കൂർ TD ഗ്രൈൻഡ് ചെയ്തിട്ട് எதுக்கு டிடிஎம்க்கு வெளியில வந்தே உள்ள காய் இருக்கணும் 24 hours சிட்டி கேற டிடிஎம் போவா அப்படி இരിക്കുക. ആളാണെങ്കിൽ ആ പ്രശ്നം തോന്നും. അവിടെ മറ്റേ സിറ്റിസൺ എല്ലാവരും ഉണ്ട്. പക്ഷെ പുറത്തിരുന്നതാ ഇവിടെ ആടുകളെ പണ്ടിട്ട് ഇവന്മാരെ എപ്പോ ചെന്നാലും TDMന്റെ ഫ്രണ്ടിലുണ്ട്. TDM നമ്മള് രാത്രി 3 മണിക്ക് ചെന്നാലും അതിന്റെ ഫ്രണ്ടില്ല. 4 ഗ്യാങ് ഉണ്ടല്ലോ. ഒരു ഫ്രാഗ് പോലും എടുക്കാൻ പറ്റിയില്ല. എടാ നമ്മുടെ കോ ലീഡർ വരുന്നുണ്ട്. എല്ലാരും ഒന്ന് ചില്ലാവണേ. കോ ലീഡറിന് എന്തോ സംസാരിക്കണ്ടെന്ന് അവരോട്. ബാബു വരുന്നു. എടാ എല്ലാരും വെൽക്കം പറയണേ. വരുന്നത് ദേശക്കാരനാണ്. എന്ത് എല്ലാരും അണ്ണാന്ന് വിളിക്കണേ. ഹലോ നമ്മുടെ ജോഡിയാണോ അത്? അതിൽ ഇറങ്ങി വെടിവെച്ചത് ചന്ദ്രയാണോ? മള്ളി ചന്ദ്രന്റെ കൂടെ ഞാനും കോലി ഡ്രൈവ് അവനെ പിടിച്ചില്ലേ മള്ളി? ഇല്ല ചന്ദ്രനെ കോ ലീഡർ സ്ഥാനത്ത് മാറ്റി. ചന്ദ്ര എടാ ഈ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഉടനെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. എല്ലാരും വരണേ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം. വെയിറ്റ് ചെയ്യാം. ഇവന്മാരല്ലേ സിറ്റുവേഷൻ എടുത്ത് വെയിറ്റ് ചെയ്യാം. അമ്മമാര് പൊങ്ങട്ടെ ചോദിക്കാം. പറ മോബി. ഇവന്മാരില്ലേ നമ്മുടെ വില്ലുമോന്റെ പാച്ചൂസിനൊക്കെ കിഡ്നാപ്പ് ചെയ്ത് എന്തൊക്കെയോ അവളുടെ അടുത്ത് വേണ്ടാതെ എന്തൊക്കെ പറഞ്ഞു. ആണോ വില്ലുമോനുണ്ടോ ഇവിടെ? വില്ലുമോ ഒന്നുമില്ല. കൊടുക്കാം. 1v4 ആയിരുന്നോ? എടാ 1v4 ആയിരുന്നോടാ ഇത്? മള്ളി ഞാൻ ഒരു കാര്യം പറയട്ടെ.
പറ ബാബു. മുള്ളി എല്ലാരോടും ഗ്യാങ് ഡ്രസ് ഇടാൻ പറയോ? രണ്ടുപേരും ഇവിടെ ഉള്ളുന്നില്ല പുറത്തോട്ട് എടാ ഗ്യാങ് മെമ്പേഴ്സ് എല്ലാം ഇതിടണേ. ചന്ദ്ര ഹുഡി മാറ്റിയിട്ട് ടീഷർട്ട് ഇട്ടേ വരാവേ മീറ്റിങ്ങിന്. പെട്ടെന്ന് തയ്ച്ചോ. ഓരോരുത്തരെ പൊക്കാണോ ഓരോരുത്തരെ ബാബു സൈഡ് എടാ ഈ പൊക്കുന്നതിനൊന്ന് കണ്ണയും ചെയ്തേരെ. എനിക്ക് ഇവിടെ ഒരു ഗ്യാങ് സിറ്റുവേഷൻ നടക്കുമല്ലേ? മെമ്പേഴ്സ് ഒക്കെ ഇവിടെ ഞാൻ വേറെ കാര്യം പറയാം. മറ്റേ കൊരങ്ങന്റെ ബുദ്ധിയുള്ളവന്മാരാ മറ്റേ സിറ്റിസൺ ഡ്രസ് ഒക്കെ ഇട്ട് വന്നു കളയും ഇവിടെ ബാക്കപ്പിനൊക്കെ. എല്ലാരും നിക്കില്ല സ്പ്രെഡ് കുറച്ച് പുറത്തിറങ്ങി ബ്രോ സാർ നമ്മള് പറയേണ്ട അടുത്താലെ പൊക്കല്ലേ സാറേ? ഫസ്റ്റ് ഡിസിഷൻ ചന്ദ്രന്റെ ഏതോ അക്കൗണ്ട് കേട്ടോ. ഇനി കുറച്ച് അവന്റെ സാധനമൊക്കെ അങ്ങോട്ട് നിന്റെ പേരെന്താ? നിന്റെ പേരെന്ന് പറഞ്ഞേ. ഷാഡോ. ഓ ഷാഡോ. ഇവിടെ എന്താ നിനക്ക് വഴി കാണുന്നവരെല്ലാം നീ അങ്ങ് പിടിച്ചു പറിക്കോ? നീ ആരുടെ ഗുണ്ട എവിടുത്തെ അടിച്ചിന്റെ മോന്തേ പറിക്കും കേട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ വഴി കാണുന്നവരെല്ലാം കൈയിട്ട് പറിക്കാതിരിക്കുന്നത്. വേണമെങ്കിൽ പോയി പണിയെടുത്ത് ജീവിക്കടാ. റോബിയാ നടക്കണം അവനൊക്കെ വഴി കാണുന്നവരെ. പന്ന കടയാടി അവന്റെ റോബിങ് അടിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടിയില്ല. ഞാൻ പേടിച്ചു വരുന്ന പാട്ട് വില്ലുമ വന്നോടാ. ഡ്രഷപ്പ് വന്നേ. മിസ്റ്റർ ചന്ദ്രൻ നീ പാട്ട് പാടി. നീ പാട്ട് പാടി. ആ പാട്ട് പാടി. കള്ളന്മാരെല്ലാരും ഇവിടെ ഉണ്ടല്ലോ. വില്ലുമോനെ നിനക്കെന്തോ ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ചോദിച്ചു എന്റെ അടുത്ത്. ഇത് കള്ളന്മാരാണോ? ഇത് ഷാഡോ ആണോ? എടാ ഇതിന്റെ കരടി ഉണ്ടായിരുന്നില്ല. കരടി ഉണ്ടോ? കരടി ഉണ്ടോ? താഴെ കിടക്കണം. ഞാൻ കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും. എടാ വീണ്ടും അടിക്കല്ലേ. ഗ്യാങ് സസ്പെൻഷൻ അല്ല മറ്റേ കൂൾ ഡൗൺ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ എവിടെ പോണേ? നിനക്കെന്താ ഫിയർ ഇല്ലേ? അല്ല പിന്നെ നിന്റെ കൂട്ടത്തിൽ ഒരുത്തനെ അവിടെ കൈപൊക്കി നിർത്തിയേക്കുന്ന കാണുമ്പോൾ നീ ഇറങ്ങി ഓടും. ഓക്കെ എവിടെ നിന്നു? നിന്റെ പേരെന്തോ? രണ്ടുപേരും ഉള്ളായിരുന്നോടാ? ഒരുത്തനുണ്ടല്ലോ. ഒരുത്തനോട് കൂൾ ഡൗൺ തീർന്നു. ബ്രോ അല്ലല്ലോ ഇവിടുത്തെ അനൗൺസ്മെന്റ് ഇടുന്നേ. ഇങ്ങനെ പറഞ്ഞു തരും നീ നൈസായിട്ട്. എന്നിട്ട് ഞങ്ങൾ അടിക്കുമ്പോ അയ്യോ അവന് ബാൻ കിട്ടി സുഖം. എന്റെ കമന്റ് കണ്ടിട്ടാ ബാൻ അടിച്ചത്. ഞാനാണോ? എന്റെ പേര് സിപ്പിളു. ബ്രോ സിറ്റുവേഷൻ ആണ് ബ്രോ. വേറെ ഡ്രസ് മാറണേ പ്ലീസ്. നീ കൈ കൊരങ്ങനെ വരടാ. കുറച്ച് അഭിനയിക്കണ്ടടാ മോനെ. കൈ വെക്ക്. നീ വെറുതെ ചുമ്മാ ഇത് പുഴുക്കാതെ. മിണ്ടടാ. ഭയം എടുക്കല്ല. എന്നെ മാറില്ല. ഞാൻ എങ്കടാ കൈ തൂക്കിനുണ്ട്. പിന്നെ நீ என்னடா சொல்ற? ஏண்டா புளுத்தி வாய்ஸ்லாம் இங்க ரைஸ் பண்ண கூடாது. என்னவோ வாய்ஸ்லாம் இங்க ரைஸ் பண்ற கூடாதுடா. தம்பி யார்ட்ட பேசுறேன்னு தெரிஞ்சிட்டு பேசு. ஏய் பிங்க் மண்டா கைய தூக்குடா டேய். എടി ഇവനെ വിടറാ. ചേർത്ത് നിർത്തിക്കേ. സാധനം എടുത്ത് വിട്ടേക്ക്. ഇല്ല ഭയങ്കര കോണ ഇവിടെ അല്ലല്ല വെടിവെക്ക. അല്ല ഇവന്മാർക്കറിഞ്ഞൂടെ കൂൾ ഡൗൺ ആണെന്ന്. ഇവന്മാർക്ക് അവരല്ലേ ഫെയർ ചെയ്തേ. അതെ നമുക്ക് ഇതെല്ലാം വലിച്ചു വെച്ച് അടിക്കുമ്പോ നോക്കി കേട്ടാ. ഇനി അടിച്ച് കൊല്ലണ്ട. അടുത്തനെ കൊന്നിവിടെ. അവൻ എടുത്ത് വായില വെച്ചിട്ടുണ്ടാ.
ഇതാരാ കൈ വെക്കിക്കണേ? അടിച്ചിട്ട് മള്ളി കൈതാക്കാൻ പറ കൈ നോക്കടാ. വേണ്ടി വരും. ഓക്കേ, ഓക്കേ. ഇനി നമുക്കൊന്നും അറിയത്തില്ല. മുള്ളി, മുള്ളി, ഒരു കാര്യമുണ്ട്. ഇങ്ങോട്ട് നീ. ചന്ദ്രന്റെ സാധനമൊക്കെ എടുത്ത് ഗ്യാങ് ഹൗസിൽ നിന്ന് പോവാണെന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ ഗ്യാങ് ഹൗസിൽ ചെന്നപ്പോഴേ ലോറിയിലും പാട്ട് കിടക്കുന്ന സാധനമൊക്കെ കയറ്റി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്യാങ് ഹൗസിൽ നിന്ന് വീട് മാറി പോവാൻ തോന്നുന്നത്. എടാ ചന്ദ്ര എവിടെ ഇവിടെ സിറ്റുവേഷൻ നടക്കണടാ, നീ എവിടെയാ? ഇവിടെ സിറ്റുവേഷൻ ആണ്, ഇങ്ങോട്ട് വാ. ഗ്യാങ് ഹൗസിൽ തന്നെ താമസിക്കാം കേട്ടോ. നീ എല്ലാം എടുത്തോണ്ട് പോണമെന്നില്ല. ഞാൻ കണ്ട് നീ ഡ്രസ്സും പെട്ടിയൊക്കെ ഞാൻ മഴയിട്ടില്ല. നീയാണ് ജോലി പറഞ്ഞ ഉമ്മനെ പറയടാ. നീയാണോ പാടി ദില്ലി? അറിയില്ല പാട്ടറിയില്ല. പാടി നീ പഠിച്ചിട്ട് ഒരു പേപ്പറിലെ പഠിച്ചിട്ട് ഉള്ളതാണത്. ആരാ ആരാ ആരാ? എന്നെ കത്തി കുത്തിയതാരാണ്? അത് നീകനാടാ അത്. ഇത് ഞാൻ ഒരു കാര്യം പറയാം, ഇത് നീകൻ താഴെ കിടക്കുന്ന ചന്ദ്രൻ. കഴിവരെ ചന്ദ്രൻ. ആ തലയിൽ വെക്കുന്ന നിന്റെ ആ മുടി ഒന്ന് മറച്ചിട്ട് വരണ്ടായിരുന്നോടാ നീക? ഇത് നീകാണെന്ന് എന്റെ പറഞ്ഞ മുള്ളി. അല്ല ചന്ദ്രന്റെ ഡ്രസ് ഇട്ട് ചന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്നോ? എടാ ബാബു ഇത് കണ്ടോ? ദാ ഇവിടെ ഇവിടെ ഇത് കണ്ടോ? ഞാനും ഡ്രസ്സായില്ലേ? കഴിവരെ ചന്ദ്ര പട്ടി പുറകിന്ന് കുത്താ പൊട്ടിക്കുന്നോടാ. ഇത് ചന്ദ്രൻ തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്. ഇത് ചന്ദ്രൻ തന്നെ. 25 മിനിറ്റ് കഴിഞ്ഞാൽ കൂൾ ഡൗൺ മാറും. എടാ വേണ്ട അമ്മ പറഞ്ഞോട്. വലിയതാണ് അവന്. പറഞ്ഞോട് പാട്ട് സിവിലിയൻ ആണോ? എടാ നിങ്ങൾ ആരും പാടിയാ? അല്ല ബ്രോ, ഇവിടെ അകത്ത് വല്ല കൂൾ ഡൗൺ കഴിഞ്ഞ് ഇവന്മാരെ വീണ്ടും അടിക്കും, ഒരു സംശയമില്ല. കൂൾ ഡൗൺ കഴിഞ്ഞ് ഇനി അടിക്കും ഇവന്മാരെ എത്ര വട്ടം കിട്ടും അത്രയും വട്ടം അടിക്കും, ഒരു സംശയമില്ല അതിലൊരു സംശയമില്ല. കൂൾ ഡൗൺ ഒന്ന് കഴിയാൻ വേണ്ടി നോക്കിയിരിക്കുക. ഞാൻ പോയി എടുക്കുമല്ലോ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ഞാൻ പോയി എടുക്കും. നേരെ വീണ്ടും അടിക്കും. ഇനി അഥവാ നമ്മൾ തോക്കുവാണെങ്കിൽ വീണ്ടും അത് കഴിഞ്ഞ് കൂൾ ഡൗൺ കഴിഞ്ഞ് വീണ്ടും പോയി ഞാൻ അടുത്ത സിറ്റുവേഷൻ വീണ്ടും എടുക്കും. ഇവന്മാരെ തല്ലാൻ വേണ്ടി മാത്രം ഞാൻ എന്റെ വീക്കിലി അതങ്ങ് മാറ്റി വെക്കും, ആ 3 എണ്ണം. ഇനി നീയൊക്കെ കട്ട് ചെയ്ത് ഏത് വീഡിയോക്ക് അത് ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഇവന്മാരെ തല്ലാൻ എത്ര വട്ടം പറ്റുമോ അത്ര വട്ടം അടിക്കും. നിന്റെ മറ്റേ കോഹ്ലിയുടെ അനൗൺസ്മെന്റ് ചെയ്തോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഈ കുരങ്ങന്മാരെ നമ്മള് ഫ്ലോലെസ് അടിച്ചു വിട്ടതാ. ഓ അങ്ങനെ ഇപ്പൊ ഇവന്മാര് വന്നിട്ട് ഇവിടെ പിടിച്ചു പറിക്കാൻ പറ്റും ബാബു. അതായത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ, നമ്മുടെ ഇൻവെന്ററി കിടക്കുന്ന പൈസ പിടിച്ചു പറിക്കാൻ പറ്റും ഇവിടെ. ഓ മള്ളി ഒന്ന് കൈവക്കിയേ. ചില്ലറ അല്ല കേട്ടാ. അറിയില്ല പറ്റുമെന്നൊക്കെ. അപ്പൊ ഇവന്മാര് പിടിച്ചു പറിക്കാൻ വന്നത് നമ്മുടെ അടുത്തായി പോയി. അപ്പൊ പിടിച്ചു പറിക്കാൻ വന്നമാരെ വായിലൊരു പറി വെച്ചിട്ട് കൊടുക്കാം. അതെ ഈ കുരങ്ങന്മാരൊക്കെ കണ്ടില്ലേ, നമ്മൾ ഈ ഊട്ടി കൊടൈക്കനാലൊക്കെ ഇത് ട്രിപ്പ് പോകുമ്പോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പിടിച്ചു പറിക്കുന്ന കണ്ടിട്ടില്ലേ? സെയിം അത് തന്നെ കോംപ്ലിമെന്റ് ആക്കി. ചന്ദ്ര ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് വരണടാ. എടാ മെമ്പേഴ്സ് ഒക്കെ അണ്ണാന്ന് വിളിക്കണേ അവനെ ബാബുവിനെ പ്ലീസ്. ഫുഡ് വേണ്ട അതാ പറഞ്ഞു. ഡ്രസ് ഗ്യാങ് ഡ്രസ് അല്ല, നിന്നെ കോഹ്ലിയുടെ പുറത്താക്കിയടാ. അപ്പൊ പിന്നെ ഹുഡിയിലുള്ള റൈറ്റ് ഇല്ല. അപ്പൊ നീ ടീഷർട്ട് ഇട്, ടീഷർട്ട്. ഇവരെ കൂൾഡൗൺ കഴിഞ്ഞാ നമ്മളായിട്ട് കഴിഞ്ഞോ? കഴിഞ്ഞു 1 മിനിറ്റ്. ഞാൻ ഒരു കൊല്ലട്ടെ പറ്റിയ
കൂൾ ഡൗൺ കഴിഞ്ഞ ഉറപ്പാണ് നീ ഉറപ്പിച്ചിട്ടടി നമ്പർ വേണ്ടേ ഞാൻ മറക്കും ടീച്ചറിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും അവൻ അറിയില്ല അവന് ഹുഡിയുടെ നമ്പർ മാത്രമേ അറിയുന്നു ടീച്ചറിന്റെ നമ്പർ ആയാലും പറഞ്ഞോടാ ചന്ദ്രു 1308 ഓൾഡ് SRR is different. എടാ ഡിഫറന്റിന്റെ സ്പെല്ലിംഗ് DFREND അല്ല, ഇതെന്താ ഡിഫറന്റാ? ഡിഫറന്റ് ആരുടെ അമ്മാറ വണ്ടിയോ? അടിക്കല 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 അടിക്കല. അത് 9, 10, 11 അത് 12:45 AM ഇട്ടേക്കുന്നേ. അവൻ അകത്തോട്ട് വരുന്നു വീണ്ടും. അത് കഴിഞ്ഞ ഇപ്പൊ 9-ാം തീയതി ഈ സമയത്താണ് ഇട്ടിരുന്നെങ്കിൽ നാളെ വെളുപ്പിന് കഴിയത്തുണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞു. ഓൾഡ് SRR ഡിഫൻഡർ ഒന്ന് ഡിഫൻഡറാ. ഇറങ്ങി ഓടട്ടെ ഇറങ്ങി ഓടട്ടെ. ഒരുത്തനെ എപ്പോഴും ഉണ്ട് ഈ മാർക്കിലുണ്ട്. അവന് വിടറാ, അവന്റെ പുറകെ പോകണ്ട, അവന്റെ പണി നോക്കി പോട്ടറാ. എന്തിനാ പുറകെ പോകണം? അവന്റെ പണി നോക്കി പോട്ടെ. കോഹ്ലിയുടെ തുറന്നോടാ. അതെന്ത് ഷോട്ടാണ് എന്താ നമ്മുടെ കോഹ്ലിയുടെ നമ്മുടെ ഇത്ര ഈഗോ പിടിച്ച കളിക്കണ്ട നമ്മുടെ അതിനകത്ത്. അതെ 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 അതെ. എടാ നമ്മുടെ കോഹ്ലിയുടെ മാത്രം റെസ്റ്റ് ചെയ്തേ. കോഹ്ലിയുടെ മാത്രം കോഹ്ലിയുടെ അമ്മരെ രണ്ടിനെ ഞാൻ കൊന്നു തള്ളിയിട്ടുണ്ട്. മെമ്പേഴ്സിന് കിക്കും ചെയ്തു. ഇത്ര ഗീഗോ പാടില്ല, ഇത്ര ഗീഗോ പാടില്ല മാർക്കൊന്നും. സത്യം മാർക്കടേക്ക് ഈഗോ. ഞാൻ സത്യം പറയല്ലേ, എനിക്ക് മുള്ളി ഇപ്പൊ കോഹ്ലിയുടെ പറഞ്ഞ എനിക്ക് ചന്ദ്രു എന്റെ പഴയ ചന്ദ്രു തന്നെയാണ്. എനിക്ക് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇവ എന്നോട് കുറെ ഓമ്പിത്തരം കാണിച്ചിട്ടുണ്ട് മുള്ളി, അത് ഞാൻ മറക്കൂല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും കേൾക്കണം. അഡ്വർടൈസ്മെന്റ് ആപ്പ് എടുത്ത് നോക്കി. കണ്ടാ ആരി അവനെ പണ്ണട്ടെ എടാ ഇതൊക്കെ മറ്റേ കൊച്ചു പിള്ളേരെ പോലെ കാണിക്കുന്നവന്മാരാടാ. ഗ്യാങ് വണ്ടി റോഡിൽ കിടക്കുന്ന വണ്ടി കത്തിക്കുക. അയ്യടാ ഇവനൊന്നും മൈൻഡ് ചെയ്യില്ല, ഇവനൊക്കെ ഇഗ്നോർ ചെയ്യടാ തീട്ടത്തിനെയൊക്കെ. ഇവനൊന്നും പൊക്കാനുള്ള സമയം പോലും കളയല്ലേ. തീട്ട കൊച്ചു പിള്ളേര് മറ്റേ കരയുന്ന പോലെ കരയണമാണ്. ചന്ദ്ര ഓക്കെയാണോ? ചന്ദ്ര കൂട്ടത്തിൽ ആരെങ്കിലും ഇനി തൊട്ട ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടല്ലോ. എടാ ബാബാ ഗ്യാങ് മീറ്റിംഗ് ഉണ്ട്. ഗ്യാങ് എല്ലാരും ഗ്യാങ് ചന്ദ്ര ഗ്യാങ്. ഒന്നെങ്കിൽ ഇത് ചന്ദ്രന്റെ ഷോർട്സ്, അല്ലെങ്കിൽ ഇത് എടാ അതാരാ ഗോകു? നീ ആരെ വിളിച്ചത് ഇത് പറയണേ? ആ ഗോകു അല്ല, ഗ്യാങ് മെമ്പേഴ്സിന് അറിയത്തില്ലെന്ന് പറയല്ലേ. എടാ ബാബാ ഗ്യാങ് തെറിയൊന്നും വിളിക്കല്ലേ. അവനെ കോഹ്ലിയുടെ മാറ്റിയാലേ മെമ്പറൊക്കെ ഈ ഓടിച്ചിട്ട് വേണി ഓപ്പോസിറ്റ് ഗ്യാങ്ങിലോട്ട് പോയി കയറും. അവിടെ എന്താ പ്രശ്നം? വാടാ ഗ്യാങ് ഹൗസിലോട്ട്. വിട് ആ വാണത്തിനേക്ക് വിട്. ഗൈസ് നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് മീനൂട്ടി എന്ന് പറയല്ലേ ഗൈസ്. ഞാൻ ചെയ്തോളാം. ചില്ലാവും നിങ്ങള്. ഗ്യാങ് സിറ്റുവേഷൻ നടക്കുമല്ലേ. അവന്താ എന്നവാനാ
அமூச்சவ பேச்சவ யார் சொல்லும் அழகா கதோ வந்தா என்னவானா வா 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 അണ്ണാ സീരിയസ് ആണോ? ഞാൻ സീരിയസ് ഒന്നും അല്ലടാ. വന്നില്ലല്ലോടാ ഈഗോ ഉള്ളവരൊന്നും. വരൂല മള്ളി കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ വന്നാ മതി എനിക്കൊന്നവൻ. ആ സീനൊന്ന് കാണണം. ഞാൻ ആവശ്യമുള്ള ബാക്കിൽ കത്തിക്ക് പൊളിച്ച് എടുത്തോണ്ട് പോകുന്നു. ഓരോ ഈഗോ മള്ളി ആദ്യം ഒരു കത്തിക്ക് വീശിയേട്ടാ, അപ്പൊ ഞാൻ മാറിക്കളഞ്ഞു. രണ്ടാം ശ്രമത്തിൽ പൊരിച്ചെടുത്തന്നെ. ഞാൻ കണ്ടോണ്ട് നിങ്ങളെ കൊണ്ടുപോയില്ല അവര്. സത്യം. ഇത് മാത്രമല്ല അവന്റെ കൂടെ ബുദ്ധിയില്ലാത്ത വേറൊരുത്തുണ്ട് നീകൻ. ലോക്കർ ചെക്ക് എനിക്ക് അത് ആർപ്പി അല്ലേ ഗൈസ്? ഇല്ല നിങ്ങൾ മെറ്റ പറയല്ലടാ. നിങ്ങൾ പുതിയ ഓഡിയൻസ് ആണോ ഗൈസ് നിങ്ങളെല്ലാരും? പമ്പിന്റെ കേസ് ഒന്ന് എടുത്തു പറയണം. അവൻ കോഹ്ലിയുടെ ആയതുകൊണ്ടാണ് മുള്ളി ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ പറ്റി ഒന്ന് സംസാരിക്കണം. പിന്നെ ഗ്യാങ് അസറ്റ്സിൽ തൊടുന്നതിനെ പറ്റി സംസാരിക്കണം മുള്ളി. സംസാരിക്കാം. ഏതോ ഒരുത്തനെ അടിച്ചപ്പോഴത്തേക്ക് പിന്നെ എന്തൊക്കെ സംസാരിക്കാൻ ഞാൻ നോട്ട് പോയിട്ട് എഴുതി പറഞ്ഞു. ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ 6 മാസം മുന്നേ ഞാൻ ബുക്കിൽ കുറച്ച് പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബുക്ക് ഒന്ന് എടുത്തിട്ട് അവിടെ ആ ഒരുത്തനെ കൊന്നവനെ വെടിച്ചോണ്ടിരുന്നപ്പോ സൈഡിൽ നിന്ന് ഒരു പിസ്റ്റൽ ഇട്ട് തലക്കടി. നിന്നെ അടിച്ചിട്ടോ അവന്മാര്? ആ പിസ്റ്റൽ അടിച്ചിട്ട് തന്നെ. അളിയ 2 ഫോണും 2 റേഡിയോ താഴത്തുണ്ട്. ഞാൻ ഇല്ലല്ലേ റേഡിയോയില്. റേഡിയോ എടുത്ത് ഗ്യാങ് ലോക്കറി വെക്കടാ, ആർക്കെങ്കിലും ഉപയോഗപ്പെടും. റേഡിയോ എടുത്ത് ചന്ദ്ര റേഡിയോ പോയി. അത് ഇതാക്കിയപ്പോ പോയതാടാ. അവനെ അടിച്ചിട്ടപ്പോ പോയതാ രണ്ടുപേരും. എന്താ അകത്തോട്ട് വരൂലേ? വാ വാ. നടുവിനെന്താ? ഞാൻ അടിച്ചതല്ലേ, വീങ്ങിയതല്ലേ? എന്തിനാ കഴുത്ത് കോച്ചിയാ നിന്റെ? ചന്ദ്രു ചന്ദ്രാടാ ഇരുന്നോ. ഫ്രണ്ടിലൊന്നും ഇരിക്കണ്ട, നീ ഏറ്റവും ബാക്ക് റോയിൽ താഴെ ഇരുന്നോ. റേഡിയോയിലുള്ള എല്ലാവരും ശ്രദ്ധയ്ക്ക്, മെമ്പേഴ്സിന്റെ എല്ലാവരും ശ്രദ്ധയ്ക്ക്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ലൈനപ്പും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരിക്കും ഒരു കോ ലീഡർ സ്ഥാനം ഡിസേർവ്ഡ് ആയിട്ടുള്ള നമ്മുടെ ബാബു നമ്പൂതിരി അറിയിക്കപ്പെടുന്ന സ്ഥാനം അറിയിക്കപ്പെടുന്ന ഒരു പ്ലെയറിനെ നമ്മൾ ഈ വട്ടം കോ ലീഡർ ആക്കിയേക്കുവാണ്. അത് ഇന്നോട്ട് നിങ്ങളെല്ലാവരും മെമ്പേഴ്സ് എല്ലാവരും, അതിപ്പോ ആര് അണ്ണാന്ന് വിളിച്ചില്ലല്ലോ അവരെ ടിവിക്ക് പുറത്തായിരിക്കും. പെർമനന്റ്ലി പുറത്തായിരിക്കും. കൊട പിടിച്ചിരിക്കുന്നവനെ ഒട്ടും വെയിലില്ലല്ലോ, നീ വെളിയിൽ പോയി നിന്ന് കൊട പിടിച്ചോ. എന്നിട്ട് മറ്റേവൻ കശത്ത് കുരുവുള്ളവനില്ല, അവൻ വന്ന് സീറ്റ് ഇരിക്കാവോ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. പുതിയ കോലിഡർ എന്ന് പറഞ്ഞ മനസ്സിലാവുന്നില്ലെന്ന് പറയാ. ആണോ? മള്ളി ഇത് ഒച്ചത്തിൽ സംസാരിക്കണം മള്ളി, അതോ എന്റെ ഈ സാധാ സൗണ്ടിൽ സംസാരിച്ചാ പോരെ? ഫ്രണ്ടിൽ വന്നു കേക്കട്ടെ. റേഡിയോ സംസാരിച്ചാൽ കേൾക്കാൻ പറ്റും. ഇവിടെ റേഡിയോ സംസാരിച്ചാൽ റേഡിയോയിൽ ഇല്ല ചില അച്ചപ്പട്ടിയുള്ളതാണ്. റേഡിയോയിലുണ്ട്. ഓ ടി വി സാധാ മെമ്പർ ചന്ദ്രബോസ് ഉണ്ട്. കൊട പിടിക്കലൊക്കെ വെളിയില് നീക കൊട മാറ്റി. നിനക്ക് വേണമെങ്കിൽ നിനക്ക് മെമ്പർഷിപ്പിന്റെ സ്ലോട്ട് വേണമെങ്കിൽ ആ സൈഡിൽ ഇരുന്നോ. അപ്പൊ പുതിയതായിട്ട് സ്ഥാനമേറ്റ കോ ലീഡർ, ഇതിനു മുമ്പുണ്ടായിരുന്ന കോ ലീഡർ വെച്ച് നോക്കുമ്പോൾ എന്ത് ചേഞ്ചസ് ആണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? മള്ളി ആദ്യമായിട്ട് എടുത്ത് പറയേണ്ട സാധനം ഉത്തരവാദിത്തം. പിന്നെ 2 സൈഡിൽ, അതായത് തലച്ചോറ് എന്ന് പറയുന്നത് 2 ഭാഗമാണ്. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഒറ്റ തലച്ചോറ്. അങ്ങനെ ഒരു തലച്ചോറുള്ള ഒരു കോ ലീഡറാണ് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയിരിക്കുന്നത്. പഴയതിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും ഫാർ 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 ബെറ്റർ അല്ല. ഒരേ ഒരു നല്ലൊരു കോ ലീഡർ. നിങ്ങൾക്ക് ഇതുവരെ കോ ലീഡർ ഇല്ലായിരുന്നു. ശരിക്കും ഇത്രയും നല്ല നിങ്ങൾക്ക് ഒരു ലീഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഇനി ഒരു കോ ലീഡർ ഉള്ള ഒരു ലീഡർഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ 1 പറഞ്ഞിട്ട് 2 പറഞ്ഞ് വായിൽ പറയും വെച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഇതിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട്
എടാ നീക ഇനി ഇവിടെ വന്ന് ഇരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞു വിടും നമുക്ക് കോലിഡർ പറഞ്ഞ അനുസരിക്കണേ ഇവിടെ വന്ന് ഇരിക്കണേ പ്ലീസ് ഇരിക്കണേ എവിടെയല്ല സീറ്റ് കയറി ഫ്രണ്ട് വന്നിരി എങ്ങനെയാണ് ഇരിക്കണേ ചന്ദ്രൻ ഇരിക്കാവോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിട്ട് നിനക്കെന്താ ബുദ്ധിമുട്ട് ഞാൻ ഇവിടെ ഇരിക്കണേ നീയല്ല അണ്ണെന്ന് വിളിക്കണേ പ്ലീസ് അണ്ണെന്ന് വിളിക്കണേ അണ്ണൻ നീയെന്നൊന്നും വിളിക്കല്ലേ കേട്ടോ ചന്ദ്ര ലാസ്റ്റ് കാണിക്കാണേ അണ്ണാ ഇപ്പൊ നീ അങ്ങനെ വിളിക്കേണ്ടതായിരുന്നു നീ വിളിച്ചോ ഇല്ലെങ്കിൽ നിനക്കില്ലെങ്കിൽ ഞാൻ കോലിയുടെ ചന്ദ്രൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അണ്ണാന്ന് വിളിക്കാൻ ചന്ദ്രൻ പറയാൻ മടിയുണ്ട് അപ്പൊ ഞാൻ പറയാണ് അപ്പൊ ഡിസിഷൻ എന്താന്ന് വെച്ചാൽ കോലിഡർ തന്നെ എടുത്തോ ഞാൻ പറയണല്ലോ എടുത്തോ അതെ അപ്പൊ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല നീകൾ ആദ്യം വെളിയിറങ്ങ് ചന്ദ്രന്റെ കേസ് നമ്മൾ തീരുമാനം ഇപ്പൊ ആക്കി തരാം നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നീക ഓ എന്ത് ബുദ്ധിമുട്ട് നമുക്ക് ചന്ദ്രൻ അപ്പൊ നീ അവിടെ ചന്ദ്ര ഇരിക്കാൻ ബുദ്ധിമുട്ടാണോ അതോ നിൽക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പുറകോട്ട് നമുക്ക് മീറ്റിംഗ് നടക്കുന്ന ഏരിയയിൽ ഇനി വേറെ ആർക്കും നിൽക്കാൻ പറ്റില്ല ഞാൻ പുതിയ മെമ്പേഴ്സിനോട് എല്ലാവരുടെ ഒഫൻസീവ് ആയിട്ട് എടുക്കേണ്ട നമ്മുടെ ഈ കോലിഡർ പണ്ടോട്ടെ ആക്ച്വലി കുറച്ച് ചൂടനാണ് സ്ട്രിക്റ്റ് ആണ് അതിപ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഡൗട്ട് ഉണ്ടോ ഇപ്പം ആവശ്യം വരും കൂടെ ഇപ്പൊ മെമ്പേഴ്സ് റാപ്പ് വിളിച്ചാ പോരെ മെമ്പേഴ്സിനെ അങ്ങനെ വിളിച്ചാൽ വേറെ മാറ്റമൊന്നുമില്ല അങ്ങനെ വിളിച്ചത് പിന്നെ ചന്ദ്ര ഇനി പമ്പിന്റെ ഓണർഷിപ്പ് ബാബുവിന്റെ പേരിലോട്ട് മാറ്റി കൊടുക്കണേ തലപോയ കൊടുക്കൂലല്ലോ തലപോയ അതിപ്പോ തല പോകുന്നുണ്ട് അതിപ്പോ ഞാൻ വെടിവെച്ചിടും തലയും പോവും തലയ്ക്ക് പേരുള്ള ടി വി എന്നുള്ള വാലും പോവും മനസ്സിലായോ അപ്പൊ ഇതെല്ലാം പമ്പും കാര്യങ്ങളൊക്കെ നിന്റെ പേരിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ ഭാര്യയും കൊച്ചിനെ ഒഴിച്ച് ബാക്കിയെല്ലാം ബാബുന്റെ പേരിൽ എഴുതി വെച്ചാരെ അതായിരിക്കും വേണം സെക്കൻഡ് ഹാൻഡ് അതല്ല അതിനെ പറ്റിയല്ല പറയുന്നത് ചന്ദ്രു പിന്നെ ആവശ്യമില്ലാതെ ഇനിയിപ്പം ഗ്യാങ് അസറ്റ്സിലൊന്നും അനാവശ്യമായി കൈവയ്ക്കരുത് എപ്പോ ഫുഡ് എടുക്കണം ഗ്യാങ് ലോക്കറിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ എന്നോടോ മലയാളിയോടോ പറഞ്ഞിട്ട് വേണം എടുക്കാൻ അതെ മനസ്സിലായി അതിനകത്തൊന്നും ഇല്ലേ റോളുണ്ട് ഇത്രയല്ലേ ഉള്ളൂ മള്ളി ഇനിയുണ്ടോ കോമൺ ലോക്കറി സാധനമൊന്നും ഇല്ലല്ലോ എടാ കോമൺ ലോക്കറി സാധനമൊന്നും ഇല്ലല്ലോ ഇതിലധികം തോക്ക് വേണ്ട 70 തോക്ക് ഞാൻ എക്സ്ട്രാ കയറ്റിയത് ഇന്നലത്തെ കൺസേണിന്റെ തോക്കല്ലേ ഇതിൽ ഇരിക്കണ്ട ഇതിൽ എത്ര തോക്കുണ്ടെന്ന് എണ്ണി നോക്ക് ഈ കുറവാണ് അതൊന്ന് കശ്മീരുടെ കയറ്റി കുറഞ്ഞാ പറഞ്ഞു തരും ഇവിടെ ഉണ്ടോ ഇത്ര നാളെ ഇവരെ കോലിഡർ തന്നെ ആയിരുന്നടാ ഞാൻ ഇവിടുത്തെ കള്ളനല്ലായിരുന്നു മനസ്സിലായില്ലേ നിനക്കൊക്കെ ചന്ദ്രമുഖി എന്തിനു ചന്ദ്രക്ക് മാറാ നോക്കിയിരിക്കുവോ നീ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ഗ്യാങ് ഹൗസിൽ വന്നപ്പോ ഇപ്പം വീട് മാറാൻ വേണ്ടി വണ്ടിയിൽ എന്തോ പാക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നെ ഇപ്പൊ സാമാന്യ ഈ ഗണ്ണെടുത്ത് കേട്ടുവായിരുന്നു അപ്പൊ ചോദിച്ചോക്കട്ടെ ചന്ദ്ര നീ അവിടെ സിറ്റുവേഷൻ നടന്നപ്പോ നിന്നെ കണ്ടില്ല ഞാൻ ഇവിടെ വന്നപ്പോ അവിടെ സിറ്റുവേഷൻ നടന്നപ്പോ നിന്നെ കണ്ടില്ല നീ ബാബു ഇവിടെ വന്നപ്പോ നീ വണ്ടിക്കകത്ത് എന്തോ സാധനം കേറ്റുന്നത് അവൻ കണ്ടെന്ന് പറഞ്ഞു എന്നെ കണ്ണെടുത്ത് വെടിവും വെച്ചു അപ്പൊ ഞാൻ കള്ളനെന്ന് പെട്ടെന്ന് നിന്റെ അച്ഛനാണല്ലോ അണ്ണ ഇവ ഗ്യാങ്ടസ് ഒന്നും അല്ലായിരുന്നു ഉള്ള കാര്യം പറയാൻ ഞാൻ കുട്ടിയിലായിരുന്നു അണ്ണാ ഞാൻ കാര്യം പറയണ അണ്ണൻ നടത്തിയ വ്യക്തത കോൾ തന്നെയാണ് എനിക്ക് ടീഷർട്ട് ഇല്ല ടീഷർട്ട് തയ്ക്കാൻ കൊടുക്കുകയാണ് തയ്ക്കാൻ കൊടുത്തിട്ട് അതെടുത്തിട്ട് വരാന്ന് അതാണ് ഗ്യാങ് സിറ്റുവേഷൻ ചോദിച്ചോ നീ ഗ്യാങ് ഹൗസിൽ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഹലോ സാഗുരു പറ തിരക്കിലാണോ? ഞങ്ങളൊരു ഗ്യാങ് മീറ്റിംഗിലായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ഗ്യാങ് ഹൗസിലുണ്ടോ? ആ ഗ്യാങ് ഹൗസിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ആ വന്നാ മതി വന്നിട്ട് വിളിച്ചു.
ഒരു മിനിറ്റ് ഒരു മിനിറ്റ് 10-20ഓളം തോക്ക് മിസ്സിംഗ് ആണ് അണ്ണാ ഇതേ നോക്കിയേ പഠിക്കാൻ പോണ മയിലേ 10ഓളം തോക്ക് മിസ്സിംഗ് 10ഓളം അണ്ണാ ദേ വേസ്റ്റ് വണ്ടി പിന്നെ സത്യം വേസ്റ്റ് വണ്ടി ആടാ വിട്ടേടാ ചന്ദ്രൻ ഒന്നും ചെയ്യൂല ചന്ദ്രൻ അങ്ങനെ ചെയ്യൂല വിട്ടേരെ ഞാനേ ഇവരെ കോലിടർന്നായിരുന്നേട്ടാ മന്ദാരം ഇത് ഞാൻ തൂക്കിക്കോളാം. വളരെ മോശം ചന്തോ എന്താ ഇത് നോക്കിയിരിക്കണം കട്ടിലെടുക്കാൻ കുറെ കുന്നാള് പാട്ടാരാണ് ചോദിച്ചത്? നമുക്ക് തൂക്കിക്കോളാം. അത് വിട്ടേരെ നമുക്ക് നോക്കാം. കുറച്ച് കണ്ണല്ലേ പോട്ടെ വിട്ടേരെ. കണ്ണെടുത്തേ എന്തായാലും എടുത്ത പോലെ തന്തയില്ലാത്തവനായിരിക്കും, അല്ലാതെ സ്വന്തം ഗ്യാങ്ങിന്ന് മോട്ടിക്കോ. ഒന്നെ തന്തയില്ലാത്തവൻ അല്ലെങ്കിൽ തന്ത ആരും അറിഞ്ഞൂടാത്തവൻ. നിന്റെ തന്റെ ജീവനോടെ ഇല്ലല്ലേ ഇപ്പൊ മുണ്ടേ. നിനക്ക് എന്തിനു ചന്ദ്ര കൊല്ലുന്നത് ഈ പറയുന്നത്? ഒരു മാന്യമായ സഭ നടക്കുവാണ്, അപമാനിക്കരുത്. അപ്പോ എടാ പിന്നെ വള്ളി എടുക്കുന്നതിനൊരു മയം വരുത്താനാണ് നമ്മുടെ ഗ്യാങ്ങിന്റെ ഒരു അടുത്തൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. വള്ളി എടുക്കുന്നതിനെ പറ്റി നമ്മള് ഇനി വള്ളി എടുക്കുമ്പോ ചോദിച്ചിട്ട് വേണം എടുക്കാൻ. ഒന്നേ ലീഡറിനോട് അല്ലെങ്കിൽ ഗോൾ ലീഡറിനോട്. പഴയ ഗോൾ ലീഡറിന് ഒരു പരിഗണന പോലും കൊടുക്കേണ്ട കാര്യമില്ല, മനസ്സിലായി? കഴിഞ്ഞു, വിട്ട വളി പോയി നാറി, അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതുമായിട്ട് ഒരു ബന്ധവുമില്ല ഇനി നമുക്ക്. നീക മൂലത്തില് കുരു ഉണ്ടോ? ഇരുത്തിന്റെ എവിടെയായിരുന്നോ? വാണിംഗ് ഓൾറെഡി തന്നെ. മള്ളി അപ്പൊ അങ്ങനെയാണ്. പിന്നെ അടുത്ത ഗ്രൈൻഡിങ് ടാർഗറ്റിന്റെ കേസ് പറയണം മള്ളി. ഗ്രൈൻഡിങ് ടാർഗറ്റ് ഓൾറെഡി കൊടുത്തേക്കാണ് ബാബു. അതറിയില്ല ഫണ്ട് കൊടുക്കുന്നതിന്റെ ഫണ്ട് നമ്മുടെ രണ്ടിനെ തരും. ഓക്കെ. നേരത്തെ പഴയ ലീഡറിന് വല്ല കണക്ക് ക്ലോസ് ചെയ്യാൻ വല്ല ഉണ്ടോ? പഴയ ഫണ്ട് കളക്ട് പഴയ ലീഡർ അല്ല, കോലീഡർ. ഗോലിയുടെ എന്തെങ്കിലും ഫണ്ട് വല്ലതും ഉണ്ടോ കയ്യില് കളക്ട് ചെയ്യാനോ വല്ലതും? അത് നമുക്ക് ഗ്രൈൻഡിങ് ടാർഗറ്റ് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോ പഴയ കോലീഡറൊന്നുമില്ല, എല്ലാരും കൊണ്ട് തന്നേ പറ്റുള്ളൂ എമൗണ്ട്. മുള്ളി തമാശ എന്തെങ്കിലും കേൾക്കുന്നുണ്ട്? അത് വളരെ സൗണ്ട് ആണ് കേൾക്കുന്നത്. അവിടെ ആരാ സംസാരിക്കുന്നത്? ഇവിടെ ആരാ സംസാരിക്കുന്നത്? സൗണ്ട് കേൾക്കുന്ന കോലീഡർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ വെറുതെ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? നീക ഇങ്ങോട്ട് വന്നേ. നീക മിസ്റ്റർ നീക ഇങ്ങോട്ട് വന്നേ. അല്ല എന്താ ചന്ദ്ര കേട്ടില്ല? ഓ അങ്ങനെ, ഓക്കെ. അപ്പൊ അണ്ണാണ്ട് വിളിച്ചെങ്കിൽ ഞാൻ അച്ഛനാണ് കേട്ടത്. അയ്യോ. അപ്പോ ചന്ദ്ര നേരത്തെ എന്തായിരുന്നു വിളിച്ചത്? അണ്ണാന്നല്ലേ? എന്താ പറ്റിയേട്ടാ മാനസികമായിട്ട് കോലീഡറാക്കി പോയി പെട്ടെന്ന്. ഒന്നും കൂടെ ചന്ദ്ര എന്തായിരുന്നു? ബാബു ഉണ്ടാന്ന് എല്ലാരും ചിരിക്കണം, എല്ലാരും ചിരിച്ചാലേ അത് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു തമാശ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം, എല്ലാരും ചിരിക്കണ്ടേ? മതി ചന്ദ്ര അണ്ണന്ന് വിളിക്കില്ല ചന്ദ്ര, അണ്ണന്ന് വിളിക്കില്ല. നീ എന്നെ മുന്നേ വിളിച്ചത് പോലെ എന്നെ വിളിച്ചാൽ മതി. ഇന്നൊരു ദിവസത്തേക്ക് ഇന്നൊരു ദിവസത്തേക്ക് കുഴപ്പമില്ല. വാസന പറഞ്ഞ ഇതാക്കത്തില്ലടാ. ഓക്കെ അത് മതി. ഓക്കെ അപ്പോ മള്ളി അപ്പൊ അടുത്ത എന്താണ് പരിപാടി? നമുക്കിപ്പോ ഇതിന്റെ ഒരു മീറ്റിംഗിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് എടുക്കാൻ വേണ്ടിട്ട് പിന്നെ 1-2 സെറ്റ് ചെയ്യണം. ചിലപ്പോ 1-2 പോവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കുട്ടീനെ. ആണല്ലേ? അല്ല, റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഞാൻ ബാബുനെ ഏൽപ്പിച്ചു. ബാബു നോക്കി എനിക്ക് ഞാൻ നോക്കിക്കോളാം മള്ളി. നല്ല മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നോക്കിയെടുത്തോ. പിന്നെ നമുക്ക് ഈ സസ്പെൻഷനിൽ പോകാൻ പ്രത്യേകിച്ച് 2-3 കാരണമൊക്കെ കൊണ്ടേ കൊടുക്കാമല്ലോ. സസ്പെൻഷന് കൊടുക്കാൻ പറ്റൂല്ലോ മള്ളി? എന്തോ കേട്ടില്ല. അല്ല, ഗ്യാങ് സസ്പെൻഷനൊക്കെ നമ്മൾ പറഞ്ഞ കേൾക്കാതെ അനാവശ്യം വള്ളി എടുത്ത് ഗ്യാങ്ങിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക്
ഞാൻ അല്ലല്ല അതിനു മുമ്പ് ഞാൻ എന്തായാലും നമുക്ക് എന്തായാലും ഇതിൽ സാധനങ്ങളൊക്കെ ഇതായി. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഴയ ഒരു കോ ലീഡറിന്റെ ഒരു റിവ്യൂ പറയാനുണ്ടെങ്കിൽ പറയാം. അലക്സെ പറഞ്ഞോ, അഭിപ്രായം എന്തായിരുന്നു പഴയ കോ ലീഡറിന്റെ? ഇതൊന്നും ഇല്ലായിരുന്നു. എടാ പറഞ്ഞ ടൈമിംഗ് പറഞ്ഞു കൊടുക്കണേ ചന്ദ്രൻ ചിരിക്കുന്നതിന്റെ. പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കൊല്ലമുള്ളവരെ പേര് എഴുതിയെടുക്കോട്ടെ. മന്ദാരം എന്താണ് അഭിപ്രായം എന്തായിരുന്നു മന്ദാരം? വളരെ നല്ല അഭിപ്രായമായിരുന്നു. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു കോ ലീഡർ ആയിരുന്നു ആക്ച്വലി. പുതിയതിന്റെ അല്ല പഴയതിന്റെ പറഞ്ഞാൽ മതി. പഴയ ആളിനെ പറ്റി സംസാരിച്ചാൽ മതി. ചന്ദ്രനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. പിന്നീട് പറയാം. കൂട്ടത്തിലുള്ളവരെ വെടിവെച്ച് കൊല്ലുക. സത്യം എപ്പോഴും വേണ്ടി അതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പണിഷ്മെന്റ് കൊടുത്തത് തന്നെ. അതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ മോശം ഒരു ഇതായിരുന്നു. തുറമ്പക്കണ്ട ഇതാണ്. അല്ല ഇല്ല തീട്ടത്തിനെയൊക്കെ ഓൾറെഡി മാറ്റി മള്ളി. മള്ളി തീട്ടത്തിനെയൊക്കെ മാറ്റിയാണ്. നീ ആരെ പറഞ്ഞ കോലിടാണ് ബാബു അവനെ പറയട്ടെ. നീലിന്റെ അഭിപ്രായം എന്താണ്? നീല ലീഡറിന് പഴയ കോ ലീഡറിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല ഒരു സത്യത്തിൽ നല്ലൊരു മനസ്സിന്റെ ആളാണ് സത്യത്തിൽ. പിന്നെ കൊള്ളാം. ഇച്ചിരി നല്ല സത്യം സത്യം നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള മോബിയുടെ തീരുമാനം. കൊഴപ്പൊന്നുമില്ലായിരുന്നു. ഒരു കോ ലീഡർ ആയിരുന്നു. നിന്റെ പെണ്ണ് കാണാൻ എന്നെ വിളിച്ചോണ്ട് പോയല്ലോടാ നീ നാറി. നീ നല്ലത് പറയടാ. നീ 10-2 നല്ല കോ ലീഡർ. വില്ലുമന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വില്ലുമൻ എനിക്കൊന്നും അറിയില്ല. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ്. കേൾക്കാതിരിക്കുന്നത് നല്ലത്. അപ്പൊ പിന്നെ നീ ഒന്ന് പറയണ്ട. കുറുപ്പ് എന്താ അഭിപ്രായം? കുറുപ്പേ നല്ല അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. അല്ല അവൻ അതിൽ കൂടുതൽ അഭിപ്രായം ഇല്ല മള്ളി. അതിപ്പോ ആരെ പറ്റി ചോദിച്ചാലും ഇന്നലെ SRL പയ്യന്മാരെ പറ്റി അവന്മാർക്ക് ഇതേ അഭിപ്രായമാണ്. സംസാരിക്കണല്ലേ ഭയങ്കരമായിട്ട് അല്ലടാ. കാരണം പഴയ കൊലീറിന്റെ വായിരുന്ന പഴമൊന്നുമില്ല. ഡെസ്ട്രോയ്ക്ക് നമ്മുടെ ഓൾഡ് കോ ലീഡറിനെ പറ്റി എന്താണ് അഭിപ്രായം ഡെസ്ട്രോ? അത് ആരെന്ന് ചന്ദ്രബോസ് അല്ലെങ്കിൽ ചന്ദ്രബോസിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതി. ചന്ദ്ര ഇത് ഞാൻ മൊത്തത്തില് പൊതുസഭയിൽ പറഞ്ഞ് അപമാനിക്കുകയല്ല. മൊത്തത്തിൽ എല്ലാവരുടെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ ഇതിലേക്ക് വന്നത്. മനസ്സിലായോ? ജുഗ്രു എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. കാരണം അവന്റെ കല്യാണം ഞാനാണ് ആദ്യം പോയത്. സ്റ്റീവ് എന്താ അഭിപ്രായം? സ്റ്റീവേ ചന്ദ്രത്തിനാണുള്ള പൈസ കൊണ്ട് എനിക്ക് ഗ്യാങ് ഫണ്ട് തരാൻ പറ്റും. ഈ വണ്ടി വിളിച്ച് തോറ്റേണ്ടത് വൺവേണ് തോറ്റ അതാ പറഞ്ഞത്. അതെല്ലാം കൊണ്ടും കുറച്ച് വീക്ക് ആയിട്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായം. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ കൊല്ലൂന്നുള്ള വിഷമത്തില. അതൊരു പരാതിയാണ്. കണ്ട എല്ലാവരുടെയും ഒരു പരാതി. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സാധനമാണ് കൊല്ലുന്നുള്ള ഒരു കാര്യം. ജൂടെ പറഞ്ഞൂടെ? നല്ലൊരു കോലീഡറാണ്. ഇങ്ങനെ ഒറ്റ ബുദ്ധിയൊക്കെ വരുന്നോണ്ട്. അതെ അതെ അതെ. നീക എന്തായിരുന്നു? നീകിന്റെ അഭിപ്രായം എന്താ? നീകിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം ചന്ദ്ര പോലത്തെ ഒരു കോ ലീഡർ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇത്ര തങ്കപ്പെട്ടൊരു മനുഷ്യൻ. ഇവരൊക്കെ എന്ത് പറയണ കൊല്ലും. അതേപോലെയാണ് നമ്മുടെ ചന്ദ്രൻ നമ്മളെ തല്ലിയിട്ടുള്ളൂ. മനസ്സിലായോടാ? ഇതൊക്കെ എന്തൊക്കെയാ പറയുന്നേ? അവന്റെ ഒരു 3 പോസിറ്റീവ് കാര്യം പറഞ്ഞ ചന്ദ്രന്റെ. ചന്ദ്രന്റെ പോസിറ്റീവ് എത്ര കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും കേൾക്കുമ്പോ തന്നെ നമുക്ക് പോസിറ്റീവ് ആണ്. 3 കാര്യം പറ. അവന്റെ ഒരു പോസിറ്റീവ് 3 കാര്യം. ഇത്ര നല്ല ഫണ്ണായിട്ടൊരാള് ഒരു വലിയൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അത്ര സീരിയസ് ആണ് ഒരാള്. അങ്ങനെ പല പല ക്യാരക്ടർ ചന്ദൻ പെട്ടെന്ന് അതാണ് ആ 3 പോയിന്റ്. മനസ്സിലായില്ലേ? അത് 3 പോയിന്റ് ആണ്. അത് 3 പോയിന്റ്
അത് മൂന്ന് പോയിന്റ് ആണ്. ഫണ്ണാവുന്നത് ഒരു പോയിന്റ്, ദേഷ്യപ്പെടുന്നത് വേറൊരു പോയിന്റ്, സീരിയസ് ആവുന്നത് രണ്ടാമത്തെ അതൊക്കെ പോയിന്റ്. വേണ്ട സമയത്ത് കൃത്യമായി അതൊക്കെ ചെയ്യണമെങ്കിൽ പിന്നല്ല ഗൺ ഫൈറ്റ് ഇപ്പൊ അണ്ണനെ തന്നെ എത്ര വട്ടം അടിച്ചിട്ടേക്കുന്നത്. എടാ കഴിഞ്ഞ അഞ്ച് വാറില് ഇവന് 0 പിക്ക. അണ്ണാ അത് 5 വാറില് TDM-ല് 100% കൊണ. TDM-ല് ഭയങ്കര കൊണ. കഴിഞ്ഞ മാസം കോച്ച് അടിച്ച് ഉറക്കി. അതെ അതെ. കോച്ച് എന്താണ് കോച്ച് അഭിപ്രായം ചന്ദ്രനെ പറ്റി? நல்லவன் தான்டா ஆனா அந்த ஒத்த புத்தி தான் தனியா யோசிச்சு ഫുൾ ബ്രെയിൻ ഇല്ല കോച്ച്, ഫുൾ ബ്രെയിൻ ഇല്ല. മള്ളി അപ്പൊ അതായത് 99% എല്ലാരും ഞാൻ അറിയാതെ ടൈമിംഗ് ആയിരുന്നു, പക്ഷെ അത് കൊള്ളായിരുന്നു. മുരളി 99% മുരളിയുടെ ഡിസിഷൻ ആണ് കറക്റ്റ് എന്നാണ് ഇപ്പോ ഗ്യാങ് മെമ്പേഴ്സ് എല്ലാരും പറയുന്നത്. അതെ ഇവിടെ ഒരാളുണ്ടല്ലോ, ഇതാരാ സെക്ക? പറ സെക്ക അഭിപ്രായം. അടിയാളുടെ സംസാരമുള്ള സെറ്റാണ്. ഇല്ലായിരുന്നു ഹാൻഡിൽ ചെയ്യും, സിറ്റുവേഷനിൽ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യും. പുതിയ റിക്രൂട്ട്സ് മള്ളി ഇതൊക്കെ പുതിയ ആൾക്കാരാണ്. അതൊക്കെ പുതിയ ആൾക്കാർ. അറിഞ്ഞൂടെ ഇത്രയും നാളായിട്ട്? ഇതാരാ ഭരതനാണോ? ഭരത എന്താണ് അഭിപ്രായം പഴയ കോലീഡറിന്റെ? വളരെ പൈസ നല്ലത് പറയാം. ഇല്ലടാ കണ്ണു കൊടുക്കുന്ന പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞ പൈസ വളരെ മോശം. ഡോർക്കിയുടെ ഒക്കെ അഭിപ്രായം ഭയങ്കര മോശമാണെന്നാണ് പറയണത്, ഭരതനൊക്കെ പറയണത്. കുറച്ചു പേർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ചന്ദ്ര. അതാണ് നമ്മൾ പെട്ടെന്ന് അത് കൺസിഡർ ചെയ്തതിന്റെ കാര്യം. അതാണ് ഞാൻ ഒന്ന് ഇൻഫോം ചെയ്ത് പെട്ടെന്ന് അത് സഡേന്ന് പറഞ്ഞ് തീരുമാനം എടുത്തത്. ഞാൻ സത്യം പറയാലോടാ, എനിക്ക് എന്റെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഒരാളെ കോലീഡർ സ്ഥാനത്ത് നിന്ന് ചന്ദ്രനെ മാറ്റണമെന്ന് തോന്നിയപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കാൻ പോലുള്ള ഡിലേ പോലും എനിക്ക് വന്നില്ല. എന്റെ മനസ്സ് വന്നത് ബാബുവിന്റെ മുഖമാണ്. അത് എനിക്ക് വേറൊരു ചിന്തിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. എന്തുകൊണ്ടും എനിക്ക് തോന്നി, ഞാൻ പറയാം, കളിച്ചോണ്ടിരുന്ന സമയത്ത് ഗൺ പവർ ആയിക്കോട്ടെ. ഇത് എല്ലാ ഗ്യാങ്ങിനും അതപ്പതന്നെ ഉണ്ടാവും. സമയമായി നമ്മുടെ നീ നിന്നപ്പോ പിടിച്ചിരുന്നില്ലേ ചന്ദ്ര? നീ നിന്നപ്പോ പിടിച്ചിരുന്നില്ലേ? ഇതിൽ കൂടുതൽ നാളെ പിടിച്ചിരിക്കും. നമ്മളത് മനസ്സിലാക്കണം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ബാബു, ഇനിയിപ്പോ കോലീഡറിനും പിന്നെ സിറ്റുവേഷനിലുള്ള ഒരാൾക്ക് മാത്രമേ മീറ്റിംഗ് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ചന്ദ്ര സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ചന്ദ്രന് വരാൻ പറ്റുന്നത്. അങ്ങനെ ചന്ദ്രൻ ഉണ്ടെങ്കിലും സിറ്റുവേഷനിലുള്ള ആരെയും കൊണ്ടുപോയി കൊണ്ടുപോകുന്നില്ലല്ലോ. ആരെങ്കിലും ഒരാളെ കൊണ്ടുപോയത്. എനിക്ക് തോന്നുന്നു ചന്ദ്രനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു മള്ളി ഇനി ഇതിനൊരു സിറ്റുവേഷൻ സംസാരിക്കാൻ കൊണ്ടുപോകാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ മന്ദാരമാണെന്ന് തോന്നുന്നു മള്ളി. കുറച്ചുകൂടെ മെച്ചൂർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും നമുക്കൊരു ഗാർഡിയൻ പോസ്റ്റിലോട്ട് എനിക്ക് തോന്നുന്നു കൊണ്ടുവരാൻ പറ്റുന്ന മന്ദാരം ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്. ആണല്ലേ? പിന്നെ അവനൊരു 3-4 പിള്ളേരെ ഹാൻഡിൽ ചെയ്യാനും ഒരു പകുതി നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര പറ്റില്ലെങ്കിൽ ഒരു പകുതി അവനെ കൊണ്ട് പറ്റുന്നുണ്ട്. നമുക്കത് കൺസിഡർ ചെയ്യാം ഒരു കാര്യമാണ്. അപ്പൊ മെമ്പേഴ്സിന്റെ അടുത്ത് ഇതാണ് നമ്മുടെ പുതിയ കോ ലീഡർ. അതൊരു പറയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് എല്ലാരും പെട്ടെന്ന് ഒരു അർജന്റ് മീറ്റിംഗ് വിളിച്ചത്. അപ്പൊ ആ ഒരു റെസ്പെക്ട് ശരിക്കും ബാബുവിന് എല്ലാരും കൊടുക്കണം. ബാബു ഞാനൊരു കാര്യം പറയാന്ന് വെച്ചാ, എന്താ ബാബുവിന് റെസ്പെക്ട് ഇല്ലാന്ന് തോന്നുന്ന ആരാണെങ്കിലും ഞാൻ എന്റെ പെർമിഷൻ ഇല്ലാതെ ഗാങ്ങിനെ സസ്പെൻഡ് ചെയ്തു കേട്ടോ. ചെസ്സിന്റെ നിക്കർ മറ്റേ ആരെങ്കിലും ചെസ്സിന്റെ നിക്കർ മറ്റേ നിങ്ങളെന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? എനിക്ക് ഓക്കെ അല്ലാത്തൊരു മാത്രം എന്നാന്ന് വിളിച്ചാൽ ഇവിടെ ഇതെന്തുവാടാ താഴ്ച നടക്കുന്ന ചെസ്സിന്റെ കോമഡി ആയിരുന്നു. ഓ ഒന്നെടുത്ത് കളയണടാ, വെളിയെടുത്ത് കളയണേ. നാറ്റം മാറുമ്പോ കളയണടാ. കോമഡി 1.5 മണിക്കൂറായില്ലേ? 1.5 ചിരി വന്നായിരുന്നു. അയാളെ ചോദിക്കുവാ ഞാൻ ചോദിക്കുവാണ് ചെസ്സിന്റെ കോമഡിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊരു 5 തവണ പറഞ്ഞാലും മൈൻഡാക്കില്ല, ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുകയാണ്. മന്ദാരം നീ കേട്ടായിരുന്നോ ചെസ്സിന്റെ കോമഡി? കളിക്കുടുക്കയിൽ കൊടുക്കാറ് 5 വയസ്സിന് താഴെയുള്ള പിള്ളേർ ചിലപ്പോൾ ശരി വന്നാലോ കൊടുത്തേക്കാൻ പറയാൻ. ഗാലറി എതിരാണല്ലോ, കൊറേ പേർക്ക് മനസ്സിലുണ്ട്.
മള്ളി ഇതിന്റെ പേരിൽ ഇവിടെ ആരെങ്കിലും കത്തിയെടുത്ത് ആരെങ്കിലും കുത്തുവോ കൊല്ലുവോ ചെയ്ത കൺഫേം സസ്പെൻഷൻ വെളിയിരിക്കും. അതിട്ടാ ഡയറക്റ്റ് കിട്ടാ മതി. അപ്പൊ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. പുതിയ മെമ്പറിനെ പരിചയപ്പെടാൻ വേണ്ടി നിങ്ങളൊക്കെ വന്നതിനൊക്കെ ഒരുപാട് താങ്ക് യു. ഇത് ആ ഒരു ഹൈറാർക്കി അങ്ങനെ തന്നെ പോട്ടെ. ഞാൻ പറയുന്നത് വരെ 15 ദിവസം എന്തായാലും ചന്ദ്രൻ ഇനി ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചിട്ട് ഞാൻ വിളിച്ചോളാം. 15 ദിവസത്തേക്ക് ചന്ദ്രൻ ഗ്യാങ് അസറ്റ്സ് ഗ്യാങ് കാര്യങ്ങളൊന്നും ലോക്കർ ഒന്നും ആക്സസ് ചെയ്യരുത് കേട്ടല്ലോ. ഓക്കെ. എടാ മന്ദാരം, ചന്ദ്രനെ കുടിക്കാൻ വെള്ളോ ചായ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് എടുത്ത് കൊടുത്തേക്കണടാ ലോക്കറിന്ന്. ലോക്കറിനകത്താണല്ലോ എവന്റെ നാട്ടിൽ ചായ. ഉറപ്പായിട്ടും. കോലീഡർ എന്ന് പറഞ്ഞ നമ്മുടെ ഗ്യാങ് ഡീൽ ഉണ്ട് കോലീഡർ എന്ന് പറഞ്ഞ. ചന്ദ്രനല്ല ബാബു ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കേട്ടോ പള്ളി. തല വെട്ടി സർപ്രൈസ് ആയോ? പിന്നെ ഞെട്ടിയോന്നോ? എനിക്ക് ഞെട്ടിയതല്ല, ഞാൻ കോലീഡർ ആയത് എനിക്ക് മള്ളി കുറെ ദിവസം പറയുന്നുണ്ട് അറിയായിരുന്നു. പക്ഷെ ചന്ദ്രനെ മാറ്റിയിട്ട് കോലീഡർ ആവുന്ന എന്തായാലും ഉറപ്പായിരുന്നല്ലേ? അത് മള്ളി ഈ ആഴ്ച വേണ്ടത് ഞാൻ പറഞ്ഞിരുന്നതാണ്. പിന്നെ കുഴപ്പമില്ല, പുള്ളി നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഇന്ന് കയറി. ഇന്നിപ്പോ ഒരു ലോഡ് മിസ്സായി, എന്നാലും പ്രശ്നമില്ല, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒരു കൺസൈൻമെന്റ് പോയി കേട്ടോ എന്റെ ഇന്ന്. ഏത് കൺസൈൻമെന്റ്? ഇവിടെ നിർത്തേണ്ട ജംഗ്ഷനിൽ നിർത്തേണ്ട വണ്ടിയാണ്, ഞാൻ ഇല്ലാത്തോണ്ട് അത് പോയി. ഇനി പോയി തിരിച്ച് വിളിച്ചോണ്ട് വരണം. കുഴപ്പമില്ല, കോലീഡർ ആയല്ലോ, പറഞ്ഞു നിൽക്കാം, നാളെ വാപ്പ ചോദിക്കുമ്പോ പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ശരിക്കും ഒരു പ്രാങ്ക് ആയിരുന്നു. ഇങ്ങോട്ട് തരോ ഇങ്ങോട്ട് തരോ? എനിക്ക് അർജന്റ് ആയിട്ടൊന്ന് പോണം കേട്ടാ. അതെന്താ? ഇപ്പൊ പോയ വണ്ടിയെങ്കിലും തിരിച്ചു പിടിക്കാൻ മള്ളി. തൽക്കാലം വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും പറഞ്ഞാൽ മതി. വേറെ എനിക്കറിയാലോ മള്ളി, ഇന്ന് ഈ ആഴ്ച ഇല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണ് കൊല്ലിട്ടെന്ന് എനിക്കറിയാലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞോട്ടെ, മള്ളി നീ അതിന് ഡിസേർവ്ഡ് ആണ് ശരിക്കും. അത് ഞാൻ ഒരു ദിവസം അനൗൺസ് ചെയ്യുന്നത്, നീ ഡിസേർവ്ഡ് ആണ് ബാബു. നീ ശരിക്കും കണ്ടിന്യൂ അല്ലേ? അതെ, അൺഡിക്ലെയർഡ് ആണ്. പക്ഷെ നീ അത് ആരടുത്ത് പറയട്ടെ, നീ അൺഡിക്ലെയർഡ് കോലീഡർ ആണ് ശരിക്കും. എന്റെ മനസ്സുകൊണ്ടാണ് മള്ളി. അതെ, നീ അതോർത്ത് വിഷമിക്കരുത് എന്തായാലും. ഇല്ല, പക്ഷേ എനിക്കതല്ലേ, ഇത് മറ്റേ മെറ്റടിച്ചാണെങ്കിൽ അറിയുമല്ലോ മള്ളി, അതാണ് പ്രശ്നം. ഇല്ല അതൊന്നും അറിയില്ല. അവരോട് ഞാൻ സംസാരിക്കത്തില്ല. ഞാൻ സംസാരിക്കാൻ വരുമ്പോ ബാബു തന്നെയാണ് കോലീഡർ എന്നുള്ള രീതിയിലേ നിൽക്കുള്ളൂ. അതത്രേ ഉള്ളൂ മള്ളി. ബാക്കിയുള്ളവരെ പറ്റിക്കുന്നതായിട്ട് അവൻ കരുതിയത്. എന്നാലും മള്ളി പ്രാങ്ക് ആണെങ്കിലും എന്റെ അടുത്ത് ഇപ്പൊ പറയണ്ടായിരുന്നു. എല്ലാരും അറിയിച്ചതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പോയിട്ട് ഫോൺ വിളിച്ചെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. നമുക്ക് എന്തായാലും നോക്കാം. തൽക്കാലം കോലീഡർ സ്ഥാനമായിട്ട് ഇരിക്കട്ടെ. ഡിസേർവ്ഡ് ആണ് ശരിക്കും നീ. ഇനി ഇടയ്ക്കിടയ്ക്ക് പറയണൊന്നുമില്ല, ഒട്ടും കംഫർട്ടായിട്ട് തോന്നുന്നില്ല അത്. എനിക്ക് ഇങ്ങനെയൊക്കെ അല്ല പറ്റൂ. അപ്പൊ പിന്നെ പോയി കൺസൈൻമെന്റ് എടുത്തോ. കൺസൈൻമെന്റ് എടുത്തിട്ട് വരാം. ഓക്കെ.